ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയെ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് ശബത്തിൽ ആത്മാക്കളെ രക്ഷിക്കുന്ന പ്രവൃത്തി ചെയ്യുക. അതിന്റെ മനപ്പാഠവാക്യം നൽകിയിരിക്കുന്നത്, ഞാനൊരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാക്കും. യെശയ്യാ പ്രവചനം 13-12 ഒരു വിശുദ്ധ വിയോഗത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടിരുന്ന അപ്പം ഭക്ഷിച്ച് ദാവീദ് വിശപ്പടക്കിയത് കുറ്റകരമായില്ലെങ്കിൽ ശബത്തിന്റെ വിശുദ്ധ മണിക്കൂറുകളിലും കതിർ പറിച്ചു നിന്ന് വിശപ്പടക്കിയത് ശിഷ്യന്മാരുടെ ഭാഗത്ത് ന്യായമായിരുന്നു. ദേവാലയത്തിൽ പുരോഹിതന്മാർ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ശബത്തിൽ അധികം ജോലികൾ ചെയ്തിരുന്നു എന്നത് വീണ്ടും ശ്രദ്ധേയമാണ്. ശബത്തിൽ അതേ ഭൗമിക പ്രവൃത്തികൾ പാപകരമാകും. പുരോഹിതന്മാരുടെ പ്രവൃത്തികൾ ദൈവസേവനത്തിന് ഉള്ളവയാണ്. അവർ ചെയ്ത ആ മതാചാര നടപടികൾ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിൻ ശക്തിയെ ചൂണ്ടിക്കാണിക്കുന്നവ ആയിരുന്നു. ശബത്തിന്റെ സുപ്രധാന ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായിരുന്നു. അവരുടെ പ്രവൃത്തികൾ ഇപ്പോഴാകട്ടെ ക്രിസ്തു തന്നെ നേരിട്ട് എത്തിയിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ ചെയ്തുകൊണ്ടിരുന്ന ശിഷ്യന്മാരും ദൈവത്തിന്റെ വേലയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ വേല സാധ്യമാക്കുന്നതിന് അത്യാവശ്യമായതൊക്കെ ചെയ്യുന്നത് ശബത്തിലും ശരിയാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ വിശുദ്ധ കൽപ്പനയോടുള്ള ബന്ധത്തിൽ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ വിശുദ്ധ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തിയും പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. നമുക്കറിയാം, അന്ന് സ്വസ്ഥതയ്ക്കുള്ള ദിവസമാണ്. അന്ന് സ്വസ്ഥതയോടുകൂടെ ദൈവത്തെ സേവിക്കുവാൻ ദൈവം അരുളി ചെയ്ത ദിവസമാണ്. എന്നാൽ ശബത്ത് എന്ന് പറയുന്നത് ഒരു നിർജീവാവസ്ഥയല്ല. ശബത്ത് എന്ന് പറയുന്നത് വളരെ സുതാര്യമായ പ്രവൃത്തികളിലൂടെ നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ കഴിയുന്ന മാന്യമായ പ്രവൃത്തികൾ. രോഗി പരിചരണം ഒരു നല്ല കാര്യമാണ്. ഒരുപക്ഷെ ഒരു വിശുദ്ധ ദിവസത്തിൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും തീരാ രോദനത്തിന്റെ ശബ്ദവുമായി വളരെ വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ അവരെ സഹായിക്കുവാനായിട്ടുള്ളതായ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പഴയ നിയമം നാം ശരിയായ നിലയിൽ തുലനം ചെയ്ത് പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന ഒന്നുണ്ട്. ദൈവത്തിന്റെ അരുമ ശിഷ്യന്മാർ ഒരു ശബത്തിൽ വിളഭൂമിയിലൂടെ കടന്നുപോയപ്പോൾ അവർ കതിർ പറിച്ചു നിന്നു. വിശപ്പിന്റെ ആധിക്യം കൊണ്ടാണ് അവർ തിന്നത്. എന്നാൽ അന്നത്തെ പരീക്ഷാ പ്രമാണിമാരും സദൂക്യരും അന്നത്തെ ലോകം മുഴുവനും ഉറ്റുനോക്കിയിരുന്ന ഒരു വിഷയം, ശബത്ത് ദിവസത്തിൽ വിഹിതമല്ലാത്തത് ഒന്നും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരരുതെന്നുള്ളതായ ഒരു പ്രമാണമുണ്ടായിരുന്നത് കൊണ്ട് തന്റെ ശിഷ്യന്മാർ ശബത്ത് ദിവസത്തിൽ കതിര് പറിച്ചു തിന്നുന്നത് കണ്ടതായ അന്നത്തെ സമൂഹം അത് ശബത്ത് ലംഘനമായി അതിനെ ചിത്രീകരിക്കുവാനിടയായി തീർന്നു. മറ്റൊരു ദിവസം അത് വരണ്ട കൈയുള്ളതായ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു. വിശുദ്ധ ദിവസത്തിൽ തന്നെ എന്റെ കർത്താവ് ആ മനുഷ്യനെ സൗഖ്യമാക്കുവാനിടയായി. അന്നത്തെ സമൂഹം, പരീശന്മാരും സദൂക്യരും ഒക്കെ നോക്കിയിട്ട് ഈ മനുഷ്യൻ മോശമായിട്ടുള്ളത് വിഹിതമായിട്ട് അല്ലാത്ത കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു എന്ന് പറഞ്ഞ യേശുവിനെ തരം താഴ്ത്തുവാത്ത കൊണ്ട് ഇടിയായി തീർന്നു. നാം മനസ്സിലാക്കണം, ശബത്ത് എന്ന് പറയുന്നത് ഒരു അടിമനുഖം പോലെ അത് മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. പ്രത്യുത അനേക നന്മകൾ നമുക്ക് ചെയ്യുവാൻ കഴിയും. ഒരുപക്ഷെ വിശുദ്ധ ദിവസത്തിൽ നമ്മളുടെ യാത്രക്കിടയിൽ ഒരു അപകടം ഉണ്ടായെന്ന് നാം കരുതുക. ഈ ഒരു അപകട വേളയിൽ ശബത്തിൽ യോഗ്യമായിട്ടുള്ളത് ചെയ്യുന്നത് കൊണ്ട് ദൈവം നമ്മളെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. അപ്പോൾ നാം മനസ്സിലാക്കണം, മോശമായുള്ള പ്രവൃത്തികൾ ചെയ്ത്
ദൈവനാമത്തെ ദുഷിക്കുന്നതിന് പകരമായി അനേക ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന അനേകരും ശബത ദിവസങ്ങളിൽ ആമീൻ ഉച്ചവരെയുള്ള ആരാധന ഉച്ച കഴിഞ്ഞ് ഗെറ്റ് ടുഗദറിന് വേണ്ടി പോകുന്നവരുണ്ട്, വിവിധങ്ങളായ ആഘോഷങ്ങളിൽ സംബന്ധിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെ ധാർമ്മികതയ്ക്കും നന്മയ്ക്കും വേണ്ടി പലതും ചെയ്യുവാൻ നമുക്ക് പര്യാപ്തമാണ്. അത് നാം ചെയ്തേ പറ്റുകയുള്ളൂ. ഇവിടെ ആമീൻ മോശമായിട്ടുള്ള പ്രവൃത്തികൾ കാണിച്ച് ദൈവനാമത്തെ ദുഷിക്കുന്നതിന് പകരമായി ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി, ദൈവത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി പല നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തെ ദൈവത്തിങ്കിലേക്ക് കൂടുതലായി ആദായപ്പെടുത്തുവാനും ദൈവത്തിങ്കിലേക്ക് കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും. അങ്ങനെയെങ്കിൽ നാം എന്ത് ചെയ്യണം? ശബദ് ലംഘനക്കാരുടെ ആ ലംഘനങ്ങൾ നാം ചെയ്യണമെന്നല്ല, പ്രത്യുത നന്മ ചെയ്യൽ മടുത്തു പോകരുത്. ദൈവത്തിന്റെ വചനം അങ്ങനെയാ പറയുന്നത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അതുകൊണ്ട് ശബദ ഒരു വലിയ നുകമായി മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരമായി സുതാര്യമായി മറ്റുള്ളവരെ ദൈവത്വത്തിലേക്ക് ആകർഷിക്കുന്ന നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കുവാൻ സർവകൃപാലുവായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, വാഴ്ത്താം. നമ്മുടെ യുവങ്ങൾക്കുള്ള പ്രത്യാശ എന്ന പുസ്തകത്തിൽ 285, 286 പുറങ്ങളിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്നതായി കാണുവാൻ കൊണ്ട് സാധിക്കും. ആയതുകൊണ്ട് ശബദ എന്ന് പറയുന്നത് ഒരു ആഹ്ലാദത്തിന്റെ, ഒരു സന്തോഷത്തിന്റെ, ഒരു അനുഗ്രഹത്തിന്റെ നിമിഷമാണെന്ന് ഓർത്തുകൊണ്ട് ആ ശബദത്തിന്റെ എല്ലാ മാഹാത്മ്യതകളെയും പങ്കുവെച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഒരുങ്ങുവാനും പ്രവർത്തിക്കുവാനും അനേകരെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുവാനും നമ്മെ സഹായിക്കട്ടെ. ശബദ് ലംഘനക്കാരുടെ അവസ്ഥയിലേക്ക് പരിണമിച്ചു പോകാതെ അതിനെ നിലനിർത്തിക്കൊണ്ട്, അതിൽ ആശ്രയിച്ചുകൊണ്ട്, അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനവ സമൂഹത്തിന്റെ മാനസാന്തരത്തിനു വേണ്ടി വലിയവ ചെയ്യുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായിരിക്കുന്ന സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ജന്മദിനങ്ങൾ അനുസ്മരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ രോഗത്താൽ ഭാരപ്പെട്ട ഭവനങ്ങളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവെ, മറ്റ് ഇതര രോഗത്തിന്റെ പ്രശ്നങ്ങളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. വേദനയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. പിതാവേ, എല്ലാവരെയും ആശീർവദിക്കണമേ. നിരാശയുടെ അടിത്തട്ടിൽ ആരുമായിട്ട് പോകുവാനിടയാകരുത്. ഈ ശുശ്രൂഷ മാനവ ലോകത്തിന്റെ മാനസാന്തരത്തിന് മുഖാന്തരമാക്കണമേ. അനേകർ ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാനിടയാകണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തില് ഏറ്റവും താഴ്മയേടികളെ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമേൻ. ഈ ശബ്ദപരിധി ഞങ്ങളെ ശ്രവിച്ച എല്ലാ മാന്യരായ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആമേൻ.